So hello everyone, and we're going to discuss the topic nitric oxide. So we'll just discuss a few topics, few points, just അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് പറയുന്ന പോലെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോയിൻറ്റ്സ് ആണിത്. It is actually an uncharged molecule. It is an uncharged molecule and it has got an unpaired electron. It has got an unpaired electron. നമ്മളിപ്പോൾ നൈട്രിക് ഓക്സൈഡ് എഴുതുന്നത് NO ആൻഡ് ആൻ അൺപെയർഡ് ഇലക്ട്രോൺ എന്നല്ലേ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവില്ല എൻട്രൻസിൻ്റെ സമയത്തൊക്കെ. ഇത് ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. ഇപ്പോൾ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. ഇറ്റ് ഈസ് എൻ അൺചാർജ്ഡ് മോളിക്യൂൾ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എൻ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രീ റാഡിക്കലിന് എക്സാമ്പിളാണ്. ഇറ്റ് ഈസ് ലിപ്പിഡ് സോളിബിൾ ആൻഡ് ഡിഫ്യൂസസ് ത്രൂ ദ ബയോളജിക്കൽ മെംബ്രെയിൻ. പിന്നെ ഇതിനൊരു സിഗ്നൽ മോളിക്യൂളായിട്ട് ഫങ്ഷനുണ്ട്. ആൻഡ് ഇറ്റ് ഗോട്ട് എ വെരി ഷോർട്ട് ഹാഫ് ലൈഫ് ഓഫ് ജസ്റ്റ് 0.1 seconds. ഇത് ജസ്റ്റ് അതിൻ്റെ വെരി ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോയിൻറ്റ്സ് ആണ്. നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുമ്പം ഇറ്റ്സ് എൻ അൺചാർജ്ഡ് മോളിക്യൂൾ, ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, റിയാക്റ്റീവ് ഫ്രീ റാഡിക്കലാണ്, ലിപ്പിഡ് സോളിബിൾ ആണ്, ബയോളജിക്കൽ മെംബ്രെയിനിൽ കൂടെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും, ഒരു സിഗ്നൽ മോളിക്യൂളായിട്ട് ഫങ്ഷൻ ഉണ്ട്, വെരി ഷോർട്ട് ഹാഫ് ലൈഫ് ഓഫ് ജസ്റ്റ് 0.1 seconds. അതിനകത്ത് സിഗ്നൽ മോളിക്യൂൾ എന്തുകൊണ്ടാണ് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ജസ്റ്റ് അതിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ ആണ് ഇത്. ഒന്നുകൂടെ പറയാം, അൺചാർജ്ഡ് മോളിക്യൂളാണ്, ഫ്രീ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, ഫ്രീ റാഡിക്കൽ, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫ്രീ റാഡിക്കലാണ്, ലിപ്പിഡ് സോളിബിൾ ആണ്, ബയോളജിക്കൽ മെംബ്രെയിനിൽ കൂടി ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും, സിഗ്നൽ മോളിക്യൂളായിട്ട് ഫങ്ഷൻ ഉണ്ട്, ഹാഫ് ലൈഫ് ഓഫ് ജസ്റ്റ് 0.1 second. ഇനി ഇതിനെ നേരത്തെ ഫോർമലി ഇറ്റ് വാസ് കോൾഡ് ആസ് എൻ എൻഡോത്തീലിയം ഡിറൈവ്ഡ് റിലാക്സിങ് ഫാക്ടർ. ആൻഡ് നമ്മളിതിൻ്റെ നൈട്രിക് ഓക്സൈഡ് സിന്തേസിൻ്റെ ഐസോ എൻസൈം പറയുമ്പം എന്തുകൊണ്ടാണ് അതിനെ എൻഡോത്തീലിയം ഡിറൈവ്ഡ്, അതിൻ്റെ റിലാക്സിങ് ഫംഗ്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ജസ്റ്റ് ഇപ്പം പറയുന്നതേ ഉള്ളൂ. എൻഡോത്തീലിയം ഡിറൈവ്ഡ് റിലാക്സിങ് ഫാക്ടറാണ് ഇതിനെ നേരത്തെ വിളിച്ചത്. ഇറ്റ് വാസ് ഫോർമർലി കോൾഡ് ആൻഡ് എൻഡോത്തീലിയം ഡിറൈവ്ഡ് റിലാക്സിങ് ഫാക്ടർ. ആൻഡ് ഇത് ആക്ട് ചെയ്യുന്നത് ബൈ എ സെക്കൻഡ് മെസ്സഞ്ചർ സിസ്റ്റമാണ്. ആൻഡ് വിച്ച് ഇസ് എ സെക്കൻഡ് മെസ്സഞ്ചർ യൂസ് ഇറ്റ് ഇസ് സൈക്ലിക് GMP. അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. The next one is how is this nitric oxide being synthesized? Nitric oxide in the synthesis എന്ന് പറയുമ്പോൾ it is from arginine. Nitric oxide is being synthesized arginine in the presence of the enzyme nitric oxide synthase. നൈട്രിക് ഓക്സൈഡ് ആണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ സിന്തസിസ് നൈട്രിക് ഓക്സൈഡ് സിന്തേസ് ഗീവ്സ് സിട്രുലിൻ പ്ലസ് നൈട്രിക് ഓക്സൈഡ്. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നൈട്രിക് ഓക്സൈഡാണ്. ആൻഡ് ഈ നൈട്രിക് ഓക്സൈഡ് സിന്തേസ് എന്ന് പറഞ്ഞാൽ അതൊരു കോംപ്ലക്സ് എൻസൈമാണ്. ആൻഡ് ഇറ്റ് റിക്വയർ സെവറൽ കോഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? FAD, FMN, ഹീം, NADPH, ടെട്രാ ഹൈഡ്രോ ബയോപ്റ്ററിൻ. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്ന് നമുക്ക് എഴുതി നോക്കാം. ആർജിനിൻ, ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഫ്രം ആർജിനിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ദി എൻസൈം നൈട്രിക് ഓക്സൈഡ് സിന്തേസ് ആൻഡ് ഇറ്റ് ഗീവ്സ് നൈട്രിക് ഓക്സൈഡ്. നമുക്ക് വേണ്ട മെയിൻ പ്രോഡക്റ്റ് പ്ലസ് സിട്രുലിൻ. ആൻഡ് നൈട്രിക് ഓക്സൈഡ് സിന്തേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കോംപ്ലക്സ് എൻസൈം ആൻഡ് റിക്വയർസ് 5 കോഫാക്ടേഴ്സ് ആണ്. FMN, FAD, ഹീം, NADPH ആൻഡ് ടെട്രാ ഹൈഡ്രോ ബയോപ്റ്ററിൻ എന്ന് പറയുന്ന 5 കോഫാക്ടേഴ്സും കൂടെ നൈട്രിക് ഓക്സൈഡിൻ്റെ സിന്തസിസിന് വേണം. അപ്പം ഒന്നുകൂടെ പറയാം, ആർജിനിൻ ഇൻ ദ പ്രസൻസ് ഓഫ് നൈട്രിക് ഓക്സൈഡ് സിന്തേസ് വിൽ ഗീവ് നൈട്രിക് ഓക്സൈഡ് പ്ലസ് സിട്രുലിൻ. അപ്പം ജസ്റ്റ് ഇതുവരെ നമ്മൾ പറഞ്ഞത് നൈട്രിക് ഓക്സൈഡിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് ആണ്. ഇറ്റ് ഇസ് എൻ അൺചാർജ് മോളിക്യൂളാണ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഇറ്റ് ഇസ് അൺചാർജ് മോളിക്യൂളാണ്, ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, ഹൈലി റിയാക്റ്റീവ് ഫ്രീ റാഡിക്കലാണ്, ലിപ്പിഡ് സോളിബിൾ, ബയോളജിക്കൽ മെംബ്രെയിനിൽ കൂടി ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും, സിഗ്നൽ മോളിക്യൂളായിട്ട് ഫങ്ഷൻ ഉണ്ട്, വെരി ഷോർട്ട് ഹാഫ് ലൈഫാണ്. പിന്നെ ഇതിനെ നേരത്തെ എൻഡോത്തീലിയം ഡിറൈവ്ഡ് റിലാക്സിങ് ഫാക്ടർ എന്ന് പറയും. ആൻഡ് ഓൾസോ ഇറ്റ് ആക്ട്സ് ത്രൂ ദ സെക്കൻഡ് മെസ്സഞ്ചർ സൈക്ലിക് GMP. പിന്നെ അതിൻ്റെ സിന്തസിസ് ആണ് പറഞ്ഞത്. ദാറ്റ് ഇസ് ഫ്രം ആർജിനിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ദി എൻസൈം നൈട്രിക് ഓക്സൈഡ് സിന്തേസ് ഇറ്റ് ഗീവ്സ് സിട്രുലിൻ ആൻഡ് നൈട്രിക് ഓക്സൈഡ്. ആ നൈട്രിക് ഓക്സൈഡ് സിന്തേസ് എന്ന് പറയുന്ന കോംപ്ലക്സ് എൻസൈമിന് 5 കോഫാക്ടേഴ്സാണ് വേണ്ടത്. FMN, FAD, ഹീം, NADPH, ടെട്രാ ഹൈഡ്രോ ബയോപ്റ്ററിൻ. ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത്, ഈ നൈട്രിക് ഓക്സൈഡ് സിന്തേസ് എന്ന് പറയുന്ന ഈ എൻസൈമിന് 3 ഐസോ എൻസൈംസ് ഉണ്ട്, ഐസോഫോംസ് ഉണ്ട്. ദാറ്റ് മീൻസ് 3 ഡിഫറെൻറ്റ് ജീനിൻ്റെ പ്രൊഡക്റ്റാണ്, 3 ഡിഫറെൻറ്റ് ജീൻ പ്രൊഡക്റ്റാണിത്.
3 ഡിഫറെൻറ്റ് ജീൻ പ്രൊഡക്റ്റിൻ്റെ ഇതായിട്ടുണ്ടാകുന്ന 3 ഡിഫറെൻറ്റ് ഐസോഫോംസ് ആണ്, ഐസോ എൻസൈംസ് ഓഫ് നൈട്രിക് ഓക്സൈഡ് സിന്തേസ് ആണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ന്യൂറോണൽ നൈട്രിക് ഓക്സൈഡ് സിന്തേസ് ആണ്. ഇതിനെ തന്നെയാണ് നമ്മൾ നൈട്രിക് ഓക്സൈഡ് സിന്തേസ് 1 എന്നും പറയുന്നത്. ഇതിനെ നമ്മൾ നൈട്രിക് ഓക്സൈഡ് സിന്തേസ് 2, നൈട്രിക് ഓക്സൈഡ് സിന്തേസ് 3. സെക്കൻഡ് വൺ ഇസ് ദ മാക്രോഫേജ് നൈട്രിക് ഓക്സൈഡ് സിന്തേസ്, തേർഡ് വൺ ഇസ് എൻഡോത്തീലിയം. ഇതിനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് എന്നും പറയും, അതുകൊണ്ടാണ് ഇതിനെ ഐ എന്ന് പറയുന്നത്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഫസ്റ്റ് വൺ ഇസ് ന്യൂറോണൽ നൈട്രിക് ഓക്സൈഡ് സിന്തേസ്. ന്യൂറോണൽ ആ വാക്കിൽ തന്നെയുണ്ട്. അപ്പോൾ അത് എവിടെയൊക്കെയാണ് കാണുക? ഇറ്റ് ഇസ് സീൻ ഇൻ ദ central and peripheral neurons. It is seen in the central and peripheral neurons. Peripheral neurons. It is seen in the central and peripheral neurons. ഇതൊരു സൈറ്റോപ്ലാസ്മിക് എൻസൈം ആണ്. സൈറ്റോപ്ലാസ്മിക് എൻസൈം ആണ്. ആൻഡ് ഓൾസോ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റും? കാൽഷ്യത്തിന് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ദ ഫസ്റ്റ് വൺ ഇസ് ന്യൂറോണൽ നൈട്രിക് ഓക്സൈഡ് സിന്തേസ്. അത് സെൻട്രൽ ആൻഡ് പെരിഫറൽ ന്യൂറോൺസ് വാക്കിൽ തന്നെ ഉണ്ട്, ന്യൂറോണൽ. സോ ഇറ്റ് ഇസ് സീൻ ഇൻ സെൻട്രൽ ആൻഡ് പെരിഫറൽ ന്യൂറോൺസ്. സൈറ്റോപ്ലാസ്മിക് എൻസൈം ആണ് ആൻഡ് ആക്ടിവേറ്റഡ് ബൈ കാൽഷ്യം. സെക്കൻഡ് വൺ ആണ് ഇൻഡ്യൂസിബിൾ അല്ലെങ്കിൽ മാക്രോഫേജ് നൈട്രിക് ഓക്സൈഡ് സിന്തേസ്. അപ്പോൾ ഇത് എവിടെയായിരിക്കും കാണുന്നത്? ഇറ്റ് ഇസ് മെയിൻലി സീൻ ഇൻ ദ മാക്രോഫേജസ്, ന്യൂട്രോഫിൽസ്, പിന്നെ ചെറിയൊരു ഇറ്റ്സ് സീൻ ഇൻ ലോ ക്വാണ്ടിറ്റി. ഇറ്റ്സ് ഓൾസോ പ്രസൻറ്റ് ഇൻ hepatocytes, but mainly it is seen in macrophages, neutrophils. Since it is seen in macrophages and neutrophils, നമുക്ക് ആ ഫംഗ്ഷൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ പറയാൻ പറ്റും. It is activated during inflammation. It is activated during inflammation. And ഇതിന് എന്തുകൊണ്ടാണ് ഇൻഡ്യൂസിബിൾ നൈട്രിക് ഓക്സൈഡ് സിന്തേസ് എന്ന് പറയുന്നത്? Because it is induced by cytokines. It is induced by cytokines. It is induced by cytokines, that is interleukin 1 and tumor necrosis factor. Tumor necrosis factor. ഈ 2 സൈറ്റോകൈൻസും കൂടെ ഇതിനെ ഇൻഡ്യൂസ് ചെയ്യും. It is induced by cytokines, that is interleukin 1 and tumor necrosis factor. അതുകൊണ്ടാണ് it is also called as inducible nitric oxide synthase. And this is also a cytoplasmic enzyme. പക്ഷേ ഇവിടെ it is not activated by calcium. Third one is endothelial. ആ വാക്കിൽ തന്നെ again ഇത് എവിടെയാണ് ഇത് കാണുന്നത്? It is seen in endothelium. അപ്പം ബ്ലഡ് വെസൽ ആണല്ലോ എൻഡോത്തീലിയം. പിന്നെ തൊട്ടടുത്തുള്ള പ്ലേറ്റ്ലെറ്റ്സ്. It is seen in relation to platelets. പിന്നെ endothelium. The next one is endocardium, myocardium and myocardium. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഇങ്ങനെ നൈട്രിക് ഓക്സൈഡ് സിന്തസൈസ് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. ആൻഡ് അവിടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? എൻഡോകാർഡിയം, മയോകാർഡിയം. അപ്പോൾ തന്നെ നമുക്ക് ഇത് ചെയ്യാം. അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് അവിടെ നടക്കുന്നത് ഈ നൈട്രിക് ഓക്സൈഡ് പെട്ടെന്ന് സിന്തസൈസ് ചെയ്യും, റിലീസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മെയിൻലി ഫോർ ആർട്ടീരിയൽ റിലാക്സേഷൻ. ആൻഡ് അതിൻ്റെ വാസോഡൈലേറ്ററി എഫക്റ്റും ആ ഒരു സ്മൂത്ത് മസിലിനുണ്ടാക്കുന്ന റിലാക്സേഷൻ എഫക്റ്റും മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യും. സോ ബേസിക്കലി അതിൻ്റെ മെയിൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടീരിയൽ റിലാക്സേഷനാണ്. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് എ പ്ലാസ്മ മെംബ്രെയിൻ. ഇറ്റ് ഇസ് ലൊക്കലൈസ്ഡ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. ഹിയർ ഇറ്റ് ഇസ് ആക്ടിവേറ്റഡ് ബൈ കാൽഷ്യം. അപ്പോൾ 3 ഐസോ എൻസൈംസ് ആണുള്ളത്. ന്യൂറോണൽ, മൈക്രോഫേജ് ഓർ ഇൻഡ്യൂസിബിൾ. ദ നെക്സ്റ്റ് വൺ ഇസ് എൻഡോത്തീലിയൽ. ന്യൂറോണൽ, മാക്രോഫേജ്, എൻഡോത്തീലിയൽ. First one, it is seen in central and peripheral neurons. It is cytoplasmic enzyme and it is activated by calcium. The next one, it is seen in macrophages, neutrophils, also seen in hepatocytes. അപ്പോൾ നമുക്ക് പറയാം it's activated during inflammation. It is called as inducible because it is induced by the cytokines interleukin 1 and tumor necrosis factor. It is also a cytoplasmic enzyme, but it is not activated by calcium. Third one is an endothelial. So it is seen in endothelium, then platelets, endocardium, myocardium. So these nitric oxides are constantly being produced and released to have arterial relaxation. So it's localized in the plasma membrane. It is also activated by calcium.
So this will be the part 1 of nitric oxide. ഇനി നമുക്കൊരു നെക്സ്റ്റ് പാർട്ടിൽ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻഡ് ഫിസിയോളജിക്കൽ എഫക്ട്സ് ഡിസ്കസ് ചെയ്യാം.